അല്ല സുഹൃത്തുക്കളെ, ഇപ്രാവശ്യം നടക്കുന്നത് ISL അതോ സന്തോഷ് ട്രോഫിയോ? കേരള ബ്ലാസ്റ്റേഴ്സിന്ന് ഇന്നിപ്പോൾ വരുന്ന ന്യൂസ് എന്താ അറിയോ? കോൾഡ് ഒബിയായിട്ട് ടീം വിട്ടു. അത് ലോണിലൊന്നല്ല പോയിട്ടില്ല, ടീമേ വിട്ടു. സൂപ്പർ കപ്പിൽ തിളങ്ങി നിന്ന ഒരു പ്ലെയറായിരുന്നു. അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ ആകെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മിഡ്ഫീൽഡർ ഡൂസൻ ലഗേറ്ററും ഇന്ന് ടീം വിട്ടു. ഇതിങ്ങനെ വിറ്റഴിക്കൽ പരിപാടി എന്തെങ്കിലും ഉണ്ടോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക കേട്ടോ. പിന്നെ ഈ സീസണിൽ ആരെ വെച്ച് കണ്ടാണ് ഈ കളിക്കാൻ കണ്ടിട്ടുള്ളത്? ഇന്ത്യൻ പ്ലേയേഴ്സിനെ വെച്ചിട്ടോ? എന്നാൽ പിന്നെ ഈ ടൂർണമെൻറ്റിൽ കളിക്കാത്തതാണ് നല്ലത്. സന്തോഷ് ട്രോഫി കണ്ടാൽ പോരെ? വെറും ഇന്ത്യൻ പ്ലേയേഴ്സിനെ വെച്ചിട്ട് കളിക്കാനാണെങ്കിൽ എന്തിനാണ് ഇത്ര റിസ്ക് എടുത്തിട്ട് ഇപ്രാവശ്യത്തെ സീസൺ നടത്തുന്നത്? കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ എങ്ങനെ? അപ്പോൾ ബാക്കിയുള്ള ടീമുകളുടെ അവസ്ഥ എന്തേക്കാരം? മോഹൻ ബഗാനിലും FC ഗോവയിലും അങ്ങനത്തെ 1-2 ടീമുകളിലാണെങ്കിൽ ഫുള്ള് വിദേശ പ്ലേയേഴ്സ്. ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇവർക്ക് സാലറിയും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലേ? എന്നാൽ പിന്നെ ഇതെന്തത്? ഒരു കളി വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും ബംഗ്ലാദേശും ബ്രസീലും ഫുട്ബോൾ മാച്ച് കളിച്ച മാരിക്കാവും. അടുത്ത ISL സീസണിൽ കാണാൻ പോണ്ടതാ. ദയനീയ തോൽവിയായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത്. തോറ്റ് തുന്നം പാടേണ്ടി വരും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സീസൺ നോക്കേ വേണ്ട, തിരിഞ്ഞു നോക്കണ്ട, കിട്ടൂല. കാരണം എന്താ അറിയോ? സ്ക്വാഡൊന്ന് നോക്കുക, ഒറ്റ വിദേശ പ്ലെയർ ബ്ലാസ്റ്റേഴ്സിലില്ല. പേരിന് ഒരാളെങ്കിലും ഉണ്ടാവുന്ന പ്രതീക്ഷ കോൾഡ് ഒബിയായിട്ടും ടീം വിട്ടു. എന്താണ് സത്യത്തിൽ പ്രശ്നം? ഇത്രയും വലിയ പ്രതിസന്ധിയാണ് ബ്ലാസ്റ്റേഴ്സും ഇന്ത്യൻ ഫുട്ബോൾ നേരിടണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്ര റിസ്ക് എടുത്തുകൊണ്ട് ഇപ്രാവശ്യത്തെ ISL തുടങ്ങി വെച്ചിട്ടുള്ളത്? കഷ്ടം തന്നെ. കാരണം എന്താ അറിയോ? നമ്മളും കുറേ പ്രതീക്ഷിച്ചു ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെങ്കിലും കപ്പ് എടുക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ ആദ്യം ഉറപ്പിച്ചു കഥയില്ല, കാര്യമില്ല ഇപ്രാവശ്യത്തെ സീസണ്. കാരണം മോഹൻ ബഗാനിൽ 6 വിദേശ താരങ്ങൾ, FC ഗോവയിലോ വേറെ ഏതോ ടീമിൽ 6 വിദേശ താരങ്ങൾ. ഇവരൊക്കെ ആയിട്ട് കളി വരുമ്പോൾ ഉണ്ടാവേണ്ട അവസ്ഥ ആലോചിച്ചൊക്കെ മർദ്ദനേക്കാരം ഉണ്ടാവുക. ദയനീയ തോൽവി. ബ്ലാസ്റ്റേഴ്സിൽ ഈ ഫുള്ള് ഇന്ത്യൻ പ്ലേയേഴ്സിന് താത്തി പറയുന്നില്ല, പക്ഷേ റിയാലിറ്റി അതാണ്. നടക്കാൻ പോകുന്ന കാര്യം അതാണ്. നിങ്ങൾ ആലോചിക്കുക, ബ്ലാസ്റ്റേഴ്സിലെ ഓരോ വിദേശ താരങ്ങളും ഓരോ ദിവസം ഇങ്ങനെ കോൺട്രാക്റ്റ് എക്സിറ്റ് അടിച്ച് വിടുമ്പോഴേ കുറച്ച് ആൾക്കാർ ലോണിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അവർ തിരിച്ചു വരുന്ന എന്താ ഉറപ്പുള്ളത്? അപ്പോൾ ഈ സീസൺ ഏതായാലും ഒന്ന് തീരുമാനമായിട്ടുണ്ട്. അവിടേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ചില ടീമിൽ ഫുള്ള് വിദേശ താരങ്ങളും ചില ടീമിൽ ഒരു വിദേശ താരം പോലും ഇല്ല. ഏതായാലേ പൈസ ഉള്ള ആൾക്കാർക്ക് ഇനി നിലനിൽപ്പുള്ളൂ. അതിനിപ്പോൾ ഇന്നായാലും നാളായാലും ഏത് കാര്യത്തിനായാലും. ഈ സീസൺ നോക്കേണ്ട മക്കളെ, കഥയില്ല.